ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു അനാഥാലയവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം അത്രയധികം ക്രൂരതകൾ ആ അനാഥാലയത്തിൽ നടന്നിട്ട് നാട്ടുകാർ പോലും പ്രതികരിച്ചില്ല. കാരണം അവരുടെ പിൻബലം അത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരെ സപ്പോർട്ട് ചെയ്യാൻ സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ഒരുപാട് ആളുകൾ, മന്ത്രിപദത്തിലിരിക്കുന്ന ആളുകൾ, പോലീസുകാരെ ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് അറിവ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരെന്തെങ്കിലും പരാതിയായിട്ട് ചെന്നാൽ വാദി പ്രതിയാവുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് ആർക്കും തന്നെ ഇത് കണ്ടു നിൽക്കാനല്ലാതെ പ്രതികരിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. നമുക്കൊക്കെ അറിയാം, നമ്മുടെ ജീവനോ ജീവിതമോ അപകടത്തിലാക്കിക്കൊണ്ട് നമ്മൾ വേറൊരു കാര്യത്തിൽ ഇടപെടില്ല. മിക്ക ആൾക്കാരും സ്വാർത്ഥരാണ്. കാരണം നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നു തോന്നിക്കഴിഞ്ഞാൽ, അവനവൻ എന്തെങ്കിലും പ്രശ്നം വരുന്നു തോന്നിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള കാര്യത്തിൽ ഇടപെടാതെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പേർക്ക് ഇതുപോലെ പീഡന കേസും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസും ഒക്കെ, വ്യാജ കേസുകളൊക്കെ വരും എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന പല ക്രൂരതകളെക്കുറിച്ചും ഇവരാരും തുറന്നു പറഞ്ഞില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇപ്പോൾ ഇങ്ങനൊരു വിഷയം പൊതുസമൂഹത്തിലേക്ക് വരികയും ഇത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്നിട്ടാണ് പല നാട്ടുകാരും അവിടെ സംഭവിച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ തുറന്നു പറയുന്നത്. ഓരോരുത്തരും പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവുകയാണ്, ഭയം തോന്നുകയാണ്. കാരണം ഒരു അനാഥാലയം എന്ന് പറയുമ്പോൾ യാതൊരു ആശ്രയവും ഇല്ലാത്ത ആളുകളെയാണ് അവിടെ കൊണ്ടാക്കുക, അല്ലേ? ഒരു തരത്തിലുള്ള ഒരു ആശ്രയം ഇല്ലാത്ത ആളുകളായിരിക്കും പെൺകുട്ടികളും സ്ത്രീകളും ഈ പറയുന്ന പോലെ മാനസിക വൈകല്യം ഉള്ളവരും മനസ്സിന് സുഖമില്ലാത്തവരും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടാവും. അത്തരത്തിലുള്ള ആളുകളെയൊക്കെ അവിടെ പീഡിപ്പിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. മാനസികമായിട്ട് സുഖമില്ലാത്ത ഒരു 35 വയസ്സുകാരിയായ സ്ത്രീയെ ഇവരുടെ ബന്ധുവായിട്ടുള്ള ഒരു യുവാവ് പീഡിപ്പിക്കുന്നത് ആ ഹൗസ് ഓണർ കണ്ടു എന്നാണ് അവർ പറയുന്നത്. അവർ പേടി കൊണ്ട് മിണ്ടാതെ പോയി എന്നാണ് അവർ പറയുന്നത്. നേരിട്ട് അവർ കണ്ടു അങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അവർ നേരിട്ട് അത് കണ്ടു. കാണാതെ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അവിടെ പെൺകുട്ടികളുണ്ട്, മാനസികമായിട്ട് സുഖമില്ലാത്ത ആളുകളുണ്ടായിരുന്നു, വയസ്സായ ആളുകളുണ്ടായിരുന്നു, ഒത്തിരി സ്ത്രീകളായിട്ടുള്ള ആളുകൾ അന്തേവാസികളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഇത്തരത്തിലായിരിക്കില്ലേ പെരുമാറിയിട്ടുണ്ടാവുക? നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ആളുകളെ കൊണ്ടാക്കുക? ഒന്ന് ആലോചിച്ച് നോക്കുക. അധികാരികളും കൂടി ഇതിന് കൂട്ടു നിൽക്കുകയാണെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഭയം തോന്നുകയാണ്, അല്ലേ? ഒരു അനാഥരും ഉണ്ടാവരുത്, ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക, സംരക്ഷിക്കാൻ ആളില്ലാത്ത രീതിയിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ആരും എത്തിപ്പെടരുത് എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പോവുകയാണ് ഒരു നിമിഷമെങ്കിലും. കാരണം അത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പിന്നെ ഈ ഉദയഗിരിജ എന്ന് പറഞ്ഞ സ്ത്രീയുടെ മരുമോൾ ആ അനാഥാലയത്തിൽ തന്നെ ഉണ്ടായിരുന്ന കുട്ടിയാണ് കല്യാണം കഴിച്ചത്. അതാണല്ലോ ആദ്യം വിവാദമായി പുറത്തു വന്നത്. ആ കുട്ടി കല്യാണത്തിന് മുന്നേ പ്രഗ്നന്റ് ആയിരുന്നു, അതിന് പ്രായപൂർത്തി ആയിരുന്നില്ല, അതുകൊണ്ടാണ് ഈ മകൻ കല്യാണം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ വിവാദം തുടങ്ങിയത് തന്നെ. അതിനെ തുടർന്നിട്ടാണ് പല ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളും പുറത്തു വന്നത്. ആ കുട്ടി തന്നെ കല്യാണ ദിവസം രാത്രിയിൽ പിന്നെ ഓടിപ്പോയി അടുത്ത വീട്ടിൽ അഭയം തേടിയെന്നോ എന്നെ എല്ലാം കൂട്ടബലാത്സംഗം ചെയ്യാൻ വരുന്നു എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയധികം ആളുകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനെ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടു. അന്നത്തെ ദിവസം രാത്രി അത് ഭയന്ന രീതിയിലായിരുന്നു. അതിനൊരു മാരുതി വാൻ വന്ന് കയറ്റിക്കൊണ്ടുപോയി എന്നൊക്കെയാണ് ഇപ്പോൾ പലരും പറയുന്നത്. അത്തരത്തിൽ ആ കുട്ടിയോട് പോലും ക്രൂരത കാണിക്കുന്ന ആളുകളാണ് ഈ അമ്മയും മോനും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നവരും. അതുപോലെ തന്നെ ഈ അന്തേവാസികളിൽ മരണപ്പെടുന്ന ആളുകളുടെ ബോഡി ഇവർ തമിഴ്നാട്ടിലേക്ക് കച്ചവടം ചെയ്തിരുന്നു അത്രേ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇപ്പം നമുക്കറിയാം, ഒരു മെഡിക്കൽ കോളേജിലേക്കൊക്കെ ബോഡി കൊടുത്താൽ നല്ല എമൗണ്ട് കിട്ടും. 3 ലക്ഷം മുതൽ 5 ലക്ഷം വരെയൊക്കെ ഓരോരുത്തർ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ കൊടുത്ത് ആ പൈസയൊക്കെ വാങ്ങിയിരുന്നു. ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കാതെ മരിക്കാനുള്ളൊരു അവസരം അവർ ഉണ്ടാക്കിയിരുന്നു എന്നൊക്കെയാണ് അറിയാൻ കഴിയുക. എന്നാൽ ഇവർക്ക് ഈ ബോഡി കൊടുത്തിട്ട് പൈസ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പല സ്ത്രീകളും അവിടെ പീഡനത്തിന് വിധേയരായിട്ടുണ്ട്. അതുപോലെ നേരാവണ്ണം ഭക്ഷണം കിട്ടാതെ ഒരു സ്ത്രീ പാവം കരഞ്ഞു പറയുന്നതൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ക്രൂരതയുടെ അങ്ങേ അറ്റമാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരുന്നത്. എന്നിട്ടും സമൂഹത്തിൻ്റെ ഉന്നതിയിലുള്ള ആളുകളെല്ലാം ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് അറിയുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുകയാണ്, പേടി തോന്നുകയാണ്. ഏത് സ്ഥാപനത്തെ വിശ്വസിച്ച് നമ്മളൊക്കെ ജീവിക്കുന്ന ആലോചിച്ച് നോക്കും, അല്ലേ? നമുക്കൊക്കെ മക്കളും കുടുംബവും കുട്ടികളൊക്കെ ഉള്ളതാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെട്ടു കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭയം തോന്നുന്നില്ലേ നിങ്ങൾക്കൊക്കെ? ആ രീതി തന്നെയാണ് ഇപ്പോൾ തുടർന്ന് മുന്നോട്ട് പോകുന്നത്. കാരണം ഇത്രയും പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ കലുഷിതമായി നിൽക്കുമ്പോഴും മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊന്നും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വൈകിട്ടത്തെ ചർച്ചയായിട്ട് വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? വളരെ സില്ലിയായിട്ട് നമുക്ക് തോന്നാവുന്ന കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് 8 മണി ചർച്ചയോ 9 മണി ചർച്ചയൊക്കെ ആയിട്ട് ഘോരം പ്രസംഗിക്കുന്ന മാധ്യമങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്.
പക്ഷേ ഇതുപോലെ നമുക്ക് സമൂഹത്തിൽ ഇത്രയധികം ക്രൂരത നടത്തിയ ഒരു അനാഥാലയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ആരും തയ്യാറല്ല, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആരും തയ്യാറല്ല. ഈ സ്ത്രീയെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പറയാൻ ആരുമില്ല. ഒരു ചെറിയ കോളം വാർത്തയായിട്ട് ഈ ഒരു സംഭവം അവസാനിച്ചു. അപ്പൊ അവരുടെ പിടിപാടൊന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് എത്രമാത്രം പിടിപാടുണ്ടായിട്ടാണ്, എത്ര ഉന്നതരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിട്ടാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ അവിടെ അരങ്ങേറിയിട്ട് പോലും ആരും പ്രതികരിക്കാത്തത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവരൊന്നും പ്രതികരിക്കാത്തതെന്ന് നമുക്കും തോന്നൂലേ? ഇത്രയും സംഭവങ്ങൾ നാട്ടുകാർ തെളിവടക്കം പറയണേ, എന്നിട്ട് പോലും ആർക്കും പ്രതികരിക്കേണ്ട, ആർക്കും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട. അപ്പോൾ നമ്മുടെ നാട്ടിലെ അനാഥാലയങ്ങൾ എന്ന് പറഞ്ഞ് നടത്തുന്ന പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പീഡനങ്ങളും മറ്റു പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ള തെളിവാണ് ഇപ്പൊ നമ്മൾ നമ്മുടെ മുന്നിൽ കണ്ടുവരുന്നത്. കാരണം ഈ ഒരു സ്ത്രീയെ കൊണ്ട് ഇത്രയൊക്കെ സാധിക്കുമെങ്കിൽ മറ്റു പലരെ കൊണ്ടും എന്തൊക്കെ സാധിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്ത്രീയാണ്, അവർക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയും. അപ്പൊ നമ്മൾ മറ്റു പല അനാഥാലയങ്ങളെ കുറിച്ചും കൂടുതലായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ടുള്ള ആളുകൾ അവിടെയൊക്കെ ചെന്ന് അന്വേഷിക്കണം, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെയൊക്കെ നടക്കുന്നുണ്ടോ. കാരണം ഒരുപാട് പേര് ഇത്തരത്തിലുള്ള അനാഥാലയങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ പോയി അന്വേഷിക്കുകയും അതിനെ തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കുകയൊക്കെ വേണ്ടതുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല, ഈ സ്ത്രീയെക്കുറിച്ചും ആരും മിണ്ടുന്നില്ല. കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ അധികം ആളുകളെ വീഡിയോ ചെയ്ത് ഇങ്ങനെ പറയാന്നല്ലാതെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടവരൊന്നും ചർച്ച ചെയ്യുന്നില്ല, അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുകയാണ്. ഇത്തരത്തിലൊരു അവസ്ഥ ഇനി ഒരാൾക്കുണ്ടാവാതിരിക്കാൻ, അനാഥരാകുക എന്ന് പറഞ്ഞതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലേ? ആരുമില്ലാത്തൊരവസ്ഥയാണ് മനുഷ്യനിലെ ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരവസ്ഥ. ആ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ആളുകളെ ചൂഷണം ചെയ്യുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ ഒരു കാരണവശാലും വളരാൻ അനുവദിക്കരുത്. അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം. അത് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ നമ്മുടെ അധികാരികളൊന്നും ഇപ്പോഴും കണ്ണു തുറന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ വാർത്തകളിലൂടെയും ഈ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ പറയുന്നതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെളിയിൽ വരേണ്ടത് അത്യാവശ്യമാണ്. കാരണം അവിടെ ഇതുപോലുള്ള പല പല അനാഥാലയങ്ങളിൽ നമ്മുടെയൊക്കെ പല പല ആളുകളും താമസിക്കുന്നുണ്ടാവും. അപ്പോൾ അവരെയൊക്കെ ഓർത്തിട്ട് നമുക്ക് ഭയം ഉണ്ടാവും അല്ലേ, ഇതുപോലെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന്. പ്രത്യേകിച്ച് സുഖമില്ലാത്ത കുട്ടികളെയൊക്കെ കൊണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ട് ഭയം വരും. കാരണം അവർക്ക് പ്രതികരിക്കാനും കൂടി കഴിയില്ല അവരെയൊക്കെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഉപദ്രവിക്കുന്നവരുടെ മാനസികാവസ്ഥ, അവരൊക്കെ അനാഥാലയം നടത്തിയിട്ട് എങ്ങനെയാണ് ഇവരെയൊക്കെ സംരക്ഷിക്കുക, ഇത്തരത്തിൽ മാനസികമായിട്ട് സുഖമില്ലാത്തവരെയൊക്കെ ഉപദ്രവിക്കുന്നവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒക്കെ മാനത്തിനും ജീവനും ഒക്കെ സംരക്ഷണം വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായ നിയമ നടപടി ഉണ്ടാവണം. അതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.